സജീവൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ട് പ്രകടന പത്രികകൾ കണ്ടു. ആദ്യത്തെ പ്രകടന പത്രിക LDFിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത്. ഇനി 1199 തദ്ദേശ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വെവ്വേറെ പ്രകടന പത്രികകൾ വരാൻ പോകുന്നു. UDFിൻ്റെ പ്രകടന പത്രികകൾ, അത് വീട് വെച്ച് കൊടുക്കും, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതൊന്നും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നതേയില്ല. യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിശ്ചയിക്കാൻ പോകുന്നത്? അതല്ല സർക്കാർ അവസാനം പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മനം കവരാൻ പോകുന്നത്? സജീവൻ, 2020 തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞതിന് ശേഷം UDF നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കിറ്റ് കൊടുത്ത് നേടിയ വിജയം എന്നാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഈ കൊറോണ പീരീഡിൽ ഉണ്ടായിരുന്ന ഈ കിറ്റ് കൊടുക്കലും മറ്റും പ്രളയത്തിൻ്റെ സമയത്തൊക്കെയുള്ള അത് റിസൾട്ട് ഉണ്ടാക്കി എന്നതിൻ്റെ തെളിവാണ് പരാജയം സംഭവിച്ചിട്ട് അതിന് UDF നേതാക്കന്മാർ നടത്തിയിട്ടുള്ള വിശദീകരണം. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ തൊട്ട് മുമ്പേ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകാവുന്ന ഒരവസ്ഥയുണ്ടായിട്ട് പോലും നിതീഷ് കുമാർ നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അവർ നടത്തിയിട്ടുള്ള ചില ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളും, അതിൻ്റെ അത്തരം കാര്യങ്ങൾ, വീട്ടമ്മമാർക്ക് ഉൾപ്പെടെയുള്ള ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനൊക്കെ ഒരു റിസൾട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. കേരളത്തിൽ 2020 സംഭവിച്ച അതേപോലെ കാര്യങ്ങൾ അതിനേക്കാൾ കുറേ കൂടി ശക്തമായ രൂപത്തിലാണ്. നേരത്തെ ഈ വീട്ടമ്മമാർക്ക് പ്രത്യേകമായിട്ട് ഉള്ളൊരു സ്കീമൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ലല്ലോ. അന്ന് ഈ കിറ്റ് കൊടുക്കലാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ക്ഷാമഗഡുവിൻ്റെ അതിൽ തീർപ്പായി, പെൻഷൻകാർക്കുള്ളതിലായി, സാധാരണ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള വർധനവിൻ്റെ കാര്യം വന്നു, ഇത് ഇതിനപ്പുറത്ത് വീട്ടമ്മമാരുടെ കാര്യത്തിലും വന്നു, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വന്നു. ഇത്തരം കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല ഈ മാസം മുതൽ നടപ്പാക്കുന്നൊരവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. UDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ ആശമാർക്ക് 2000 രൂപ ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അഡീഷണലായിട്ട് കൊടുക്കും, ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പ്രഖ്യാപനം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു അവകാശവാദം മാത്രമായിട്ട് നിൽക്കുന്നതാണ്. മറ്റത് യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നീട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ഇപ്പോൾ മോഹൻ വർഗീസ് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് തുടങ്ങിയാൽ ഭരണവിരുദ്ധ വികാരം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് വയ്ക്കാം. ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യതയുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ശബരിമല പ്രശ്നവും വന്നിട്ടുണ്ട്. ഇത് വന്നാൽ സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരം UDFിനെ, ഇപ്പം LDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ UDFിനെയും, UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ LDFിനെയുമാണ് പിന്തുണയ്ക്കേണ്ടത്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നിശ്ചിത ഒരു ഗഡു എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തവണ UDF എത്രമാത്രം ശക്തമായി രംഗത്തുണ്ടോ അതേപോലെ ശക്തമായിട്ട്, അല്ലെങ്കിൽ LDF എത്രമാത്രം ശക്തമായിട്ട് രംഗത്തുണ്ടോ അതേപോലെ തന്നെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് BJP NDA ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും എനിക്ക് തോന്നുന്നത് മറ്റ് UDF നേതാക്കന്മാരോ UDF സ്ഥാനാർത്ഥികളോ പ്രവർത്തകരോ നടത്തുന്ന ശബരിമലയുടെ പ്രശ്നം, ആ ശബരിമല അഴിമതി, സ്വർണ്ണ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചരണ രംഗത്തെ കൊണ്ടുവരുന്നത് BJPക്കാരാണ്. നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ അറിയാമല്ലോ, അവർ നടത്തുന്ന പ്രചരണം വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും 10% റിസൾട്ടിനെ ഇത് ബാധിക്കുമെങ്കിൽ അത് പകുതിയായിട്ട് പോകാനെങ്കിലുമുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ UDFിന് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോഴാണെങ്കിൽ LDFിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പക്ഷത്തേക്ക് മാത്രമുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നേട്ടം, ആ നേട്ടം ഇത്തവണ UDFിന് മാത്രമായിട്ട് കിട്ടില്ല, അത് BJPക്ക് കൂടി കിട്ടും. അതിൻ്റെ ഉണ്ടാകുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അതിൽ നിന്നും രണ്ട് വിഭാഗവും കുറേ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കൊണ്ടുപോയാലും നേട്ടം അവിടെ ത്രികോണ മത്സരമാകുമ്പോൾ കുറേ നേട്ടം ഉണ്ടാക്കാനും കഴിയുക LDFിനായിരിക്കും. അതിനവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി അവർക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉള്ള ഒരു മേൽക്കൈ, ഇപ്പോൾ പഞ്ചായത്തുകളിലും മറ്റും കിട്ടിയിരുന്ന മേൽക്കൈ സ്വാഭാവികമായിട്ട് കിട്ടും. കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പക്ഷേ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല.
കൊച്ചിയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് LDFന് അനുകൂലമായിട്ട് രീതിയിലായിരിക്കാം. മുനിസിപ്പാലിറ്റികളിലും കുറേ കൂടി മേൽക്കൈ ഉണ്ടാകാം, കോർപ്പറേഷനിലും ഉണ്ടാകും. വയനാടിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. വയനാടിൻ്റെ കാര്യത്തിൽ അത് UDFൻ്റെ തട്ടകമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇത്തവണ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ, താങ്കൾ തന്നെ നേരത്തെ ചോദിച്ച പോലെ IC ബാലകൃഷ്ണൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജില്ലാതലത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയും മകൻ്റെയും മരണം, അത് കൂടാതെ തന്നെ മറ്റുള്ള ചില ആത്മഹത്യകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള കോൺഗ്രസ്സിന് അകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വയനാട്ടിൽ മേൽക്കൈ അങ്ങനെ നേടാൻ എളുപ്പമാവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, താങ്കൾ അരുൺകുമാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇത് എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല. അത് നടപടിയിലേക്ക് പോയിരുന്നെങ്കിൽ LDFന് കുറേ കൂടി ശക്തമായിട്ട് ഭരണവിരുദ്ധ വികാരത്തെ കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പത്മകുമാറിനെതിരെ വെറുതെ ഒരു ആരോപണമല്ല, പത്മകുമാറിനെ പ്രതിയാക്കുക മാത്രമല്ല, പത്മകുമാർ ഇപ്പോൾ ഉള്ളത് സ്വന്തം വീട്ടിലല്ല, ജയിലിലാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ, ഒരാളെ ജയിലിൽ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് കൃത്യമായിട്ട്, അതിൻ്റെ മുഴുവൻ കടലാസുകളും ഞങ്ങൾ കണ്ടില്ല, FIR ഞങ്ങൾ കണ്ടില്ല, ചാർജ് ഷീറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. വാസുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടിയുടെ എന്തെങ്കിലും സ്ഥാനത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രാഥമികമായിട്ട് കാര്യം അവർ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ കുറേ കൂടി സൗകര്യമാകുമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും, ഞങ്ങളിത് കുറേ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് തലവെട്ടെന്ന് പറഞ്ഞാൽ പോലും അത് ജനം അത്രയങ്ങ് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ പോലെ ഈ സമയത്തായിരുന്നു അത് വേണ്ടിയിരുന്നത്. പക്ഷേ അത് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മാറ്റി നിർത്തുമെന്ന്, അതുണ്ടായില്ല. Debate with Dr. Arun Kumar.